ഇടുക്കി വട്ടവടയിൽ ചെന്നായ്ക്കൾ ആടുകളെ കടിച്ചു കീറിക്കൊന്നു. 40 ആടുകൾ കൊല്ലപ്പെട്ടു. ചത്തത് ചെലന്തിയാർ സ്വദേശി കനകരാജിന്റെ ആടുകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ വീണ്ടും ഷോൺ ജോർജ്. എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ടുണ്ടെന്ന ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് ഉപഹർജി നൽകി. ഡൽഹിയിൽ മലയാളി പോലീസുകാരൻ സൂര്യാഘാതമേറ്റു മരിച്ചു. മരിച്ചത് കോഴിക്കോട് വടകര സ്വദേശി കെ ബിനീഷ്. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം രൂക്ഷം. 5 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട്. അനുമതിയില്ലാതെ അവധിയെടുത്ത ഡോക്ടർമാർക്ക് അന്ത്യശാസനവുമായി സർക്കാർ. ജൂൺ 6-നകം സർവീസിൽ തിരികെ എത്തണം. എത്താത്തവരെ പിരിച്ചുവിടുമെന്നും ആരോഗ്യവകുപ്പ്. തീരുമാനം പകർച്ചവ്യാധി പ്രതിരോധം ചൂണ്ടിക്കാട്ടി. കൊച്ചി വരാപ്പുഴയിൽ 4 വയസ്സുകാരനെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കി. മരിച്ചത് വളാഞ്ചേരി സ്വദേശി ഷെരീഫും മകൻ അൽ ഷിഫാസും. കുടുംബ പ്രശ്നങ്ങളെന്ന് സൂചന. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. പറവ ഫിലിംസിന്റേത് കരുതിക്കൂട്ടിയുള്ള ചതിയെന്ന് റിപ്പോർട്ടിൽ. അന്വേഷണം സൗബിൻ ഷാക്കിർ ഉൾപ്പെടെയുള്ള 3 പേർക്കെതിരെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. എറണാകുളത്തും ആലപ്പുഴയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. വെള്ളം കയറിയ കളമശ്ശേരി ഭാഗങ്ങളിലെ വീടുകളിൽ ചെളി നിറഞ്ഞ സ്ഥിതി.